നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പുറത്തിറക്കിയ ആപ്പുകളിൽ അധികവും നമ്മുടെ ഫോണിനകത്തുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ, യൂട്യൂബ് തുടങ്ങിയിട്ട് ഗൂഗിൾ പുറത്തിറക്കിയ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിനകത്തുണ്ട്. ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഫോട്ടോസ് തുടങ്ങിയിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളൊക്കെ ഗൂഗിൾ ഓരോ സമയവും സ്കാൻ ചെയ്യുകയും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഓരോ സമയം സ്കാൻ ചെയ്യുമ്പോൾ ചില ആപ്പുകൾ നമുക്ക് കൂടുതൽ ഉപകാരമാണ്. പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഗൂഗിൾ കണ്ടെത്തുകയും നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഗൂഗിൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും ഇത്തരത്തിൽ സ്കാൻ ആവും. കാരണം ജിമെയിലും ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിമെയിലിലെ പേഴ്സണൽ ഡാറ്റകൾ, ആരെങ്കിലും അയച്ച ഫോട്ടോസുകൾ, ചിലപ്പോൾ നമ്മുടെ കോൺടാക്റ്റുകൾ ജിമെയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് അധികം ആളുകളും. ആ കോൺടാക്റ്റ് ലിസ്റ്റുകൾ ഒക്കെ ഗൂഗിൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്യുകയും അവരുടെ സ്റ്റോറിൽ അത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ ഏത് സമയവും ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചോർന്നു പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ ചോർത്തി കൊടുക്കാനോ ഒക്കെ കാരണമാകും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഗൂഗിൾ സ്കാൻ ചെയ്യുന്നത് ജിമെയിൽ സ്കാൻ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം ജിമെയിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ജിമെയിൽ എങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഓഫ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിനകത്തുള്ള ജിമെയിൽ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ അടുത്ത ഭാഗത്ത് 3 ലൈന് കാണും. ഈ 3 ലൈനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണിക്കും. ഇതിലേത് മെയിൽ ഐ ഡിയാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഏതാണെങ്കിൽ ആ മെയിൽ ഐ ഡി നിങ്ങളുടെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഫോണിനകത്ത് ഒരു മെയിൽ ഐ ഡി ഉള്ളെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ള അവസാനം കാണുന്ന ഈ ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തിരിക്കും. അത് നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സ്മാർട്ട് ഫീച്ചേഴ്സ് ഓഫ് ചെയ്തതിന് ശേഷം തൊട്ട് താഴേക്ക് നോക്കുക. ഗൂഗിൾ വർക്ക് സ്പേസ് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഈ ഏറ്റവും മുകളിൽ കാണുന്ന ബോക്സും ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന സ്മാർട്ട് ഫീച്ചേഴ്സ് ഇൻ അതർ ഗൂഗിൾ പ്രോഡക്റ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സ് കൂടി, ഈ 2 ഭാഗം കൂടി നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ 3 സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഏത് സമയം ഗൂഗിൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ ഡാറ്റകൾ മറ്റിടങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇത് സേഫ് ആക്കുന്നതിന് വേണ്ടി ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനോട് നിങ്ങൾ എൻ്റെ ഡാറ്റകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകൾ ഷെയർ ചെയ്ത് പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.